നടുക്കുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമയെ പോലും വെല്ലുന്ന തരത്തിലുള്ള സംഭവമാണ് പാകിസ്ഥാനിലെ ബക്കർ ഗ്രാമത്തിലെ രാക്ഷസ സഹോദരന്മാരുടേത്. മരിച്ചുപോയ മനുഷ്യരെ കല്ലറകളിൽ നിന്നും പുറത്തെടുത്ത് പാകം ചെയ്ത് ഭക്ഷിച്ച കാനിബൽ സഹോദരങ്ങളുടെ കഥ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ചു. ബക്കർ ഗ്രാമത്തിന്റെ ഒരറ്റത്തുള്ള പഴയ വീട്ടിൽ താമസിച്ചിരുന്ന ഈ സഹോദരന്മാർ പുറം ലോകവുമായി വലിയ ബന്ധമില്ലാത്ത ഉൾവലിഞ്ഞ സ്വഭാവമുള്ളവരായിരുന്നു. എന്നാൽ ആ വീടിന്റെ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ നടന്നിരുന്നത് ലോകം കേട്ടാൽ വിറയ്ക്കുന്ന ക്രൂരതകളായിരുന്നു. പാകിസ്ഥാൻ ബക്കറിലെ ഒരു വിജനമായ ഇടത്തായിരുന്നു സഹോദരന്മാരായ മുഹമ്മദ് ആരിഫിന്റെയും മുഹമ്മദ് ഫർമാൻ അലിയുടെയും വീട്. പുറമെ നിന്ന് നോക്കിയാൽ ഉപേക്ഷിക്കപ്പെട്ടതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കെട്ടിടം. അവിടെയായിരുന്നു മുഹമ്മദ് ആരിഫും മുഹമ്മദ് ഫർമാൻ അലിയും താമസിച്ചിരുന്നത്. ഇവർ നേരത്തെ സാധാരണ പോലെ കുടുംബജീവിതം നയിച്ചിരുന്നവരായിരുന്നു. ഇരുവരും വിവാഹിതരും കുട്ടികളുള്ളവരുമായിരുന്നു. എന്നാൽ ഇവരുടെ അസ്വാഭാവിക പെരുമാറ്റം കാരണം ഭാര്യമാർ കുട്ടികളുമായി ഇവരെ ഉപേക്ഷിച്ചു പോയി. അതോടെ പാരമ്പര്യമായി ലഭിച്ച വീട്ടിൽ മറ്റാരെയും അടുപ്പിക്കാതെ ഇവർ ജീവിച്ചു പോന്നു. എന്നാൽ ആർക്കും ഒരു സൂചന പോലും നൽകാതെ നിഗൂഢമായ ഒരു സത്യം ഇവർ തങ്ങളുടെ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ സമീപത്തുള്ള ശ്മശാനങ്ങളിൽ നിരീക്ഷണം നടത്തിയിരുന്ന ഇവർ പുതിയ കല്ലറകൾ എവിടെയൊക്കെയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി. ആരും കാണാതെ അർദ്ധരാത്രിയിൽ മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് ചാക്കിലാക്കി വീട്ടിലെത്തിക്കും. ശേഷം ഇരുവരും ചേർന്ന് ആ മനുഷ്യ ശരീരം പാകം ചെയ്ത് കഴിക്കും. വർഷങ്ങളോളം ആരും ഇത് അറിഞ്ഞതേയില്ല. 2011 ആ ഞെട്ടിക്കുന്ന സത്യം ആദ്യമായി പുറത്തു വരുന്നത്. ഗ്രാമത്തിലെ സൈറ പർവീൺ എന്ന യുവതിയുടെ മൃതദേഹം ബന്ധുക്കൾ അടുത്തുള്ള ഒരു ശ്മശാനത്തിൽ അടക്കം ചെയ്തു. എന്നാൽ അടുത്ത ദിവസം രാവിലെ ശവക്കല്ലറ തുറന്നു കിടക്കുന്നതായും മൃതദേഹം അവിടെ ഇല്ലെന്നും കണ്ടെത്തി. ആരോ മൃതദേഹം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നുവെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. പോലീസ് അന്വേഷണം നേരെ ചെന്നെത്തിയത് ആരിഫിന്റെയും ഫർമാന്റെയും വീട്ടിലായിരുന്നു. പോലീസ് വീട് വളഞ്ഞ് അകത്ത് കയറിയപ്പോൾ കണ്ടത് ഭയാനകമായ കാഴ്ച. അടുപ്പത്ത് ഒരു വലിയ പാത്രത്തിൽ എന്തോ വെന്തുകൊണ്ടിരിക്കുന്നു. പരിശോധിച്ചപ്പോൾ അത് കാണാതായ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു. ആ സഹോദരങ്ങൾ മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് മസാലകൾ ചേർത്ത് പാകം ചെയ്യുകയായിരുന്നു. ഞങ്ങൾ മനുഷ്യ മാംസത്തിന്റെ രുചി ഇഷ്ടപ്പെട്ടുപോയി. ഞങ്ങൾക്കത് നിർത്താനാകില്ല, അവർ പോലീസിന് മൊഴി നൽകി. അതീവ ബുദ്ധിയുള്ള ക്രിമിനൽ ചിന്താഗതിയുള്ളവരെന്ന് പോലീസ് അവരെ വിലയിരുത്തി. ഈ സംഭവം പാകിസ്ഥാനെ ഒന്നടങ്കം ഞെട്ടിച്ചു. എന്നാൽ അക്കാലത്ത് പാകിസ്ഥാൻ നിയമത്തിൽ കാനിബലിസം ഒരു പ്രത്യേക കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. അതിനാൽ ശവക്കല്ലറ മലിനമാക്കിയതിനും മൃതദേഹത്തോടുള്ള അനാദരവിനും അവർക്ക് 2 വർഷത്തെ തടവ് ശിക്ഷ മാത്രമാണ് ലഭിച്ചത്. 2013 ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സഹോദരന്മാരെ ഗ്രാമവാസികൾ വെറുപ്പോടെയും ഭയത്തോടെയുമായിരുന്നു കണ്ടത്. എന്നാൽ തങ്ങൾ മാറിപ്പോയെന്ന് അവർ നാട്ടുകാരെ വിശ്വസിപ്പിച്ചു പോന്നു. പുറത്തിറങ്ങി കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് വീണ്ടും ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ആരിഫിന്റെ വീടിനു ചുറ്റും അസഹ്യമായ മണം പടരുന്നത് ശ്രദ്ധിച്ച നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് വീണ്ടും ആ വീട്ടിൽ റെയ്ഡ് നടത്തി. ഇത്തവണ പോലീസ് എത്തിയപ്പോൾ അവിടെ കണ്ടത് അതിക്രൂരമായ കാഴ്ചയാണ്. ഒരു കൊച്ചുകുട്ടിയുടെ തല അറുത്തെടുത്ത നിലയിൽ വീടിന്റെ നടുമുറ്റത്ത് കിടക്കുന്നു. അടുത്തിടെ നടന്നൊരു ശവസംസ്കാരത്തിന് ശേഷം പുറത്തെടുത്ത മൃതദേഹമായിരുന്നു അത്. ഈ ദൃശ്യം കണ്ട പോലീസുകാർ പോലും അമ്പരന്നു പോയി എന്ന് അക്കാലത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പിന്നാലെയുള്ള ചോദ്യം ചെയ്യലിൽ തങ്ങൾ ഇതുവരെ 100-ലധികം മൃതദേഹങ്ങൾ ഭക്ഷിച്ചുവെന്ന് ആരിഫ് വെളിപ്പെടുത്തി. ഓരോ മൃതദേഹത്തിന്റെയും മാംസം തീരുന്നതുവരെ അവർ അത് സൂക്ഷിച്ചു വെച്ചു. ചിലപ്പോൾ മാസങ്ങളോളം പഴക്കമുള്ള മാംസവും ഇവർ ഭക്ഷിക്കുമായിരുന്നു. ഇവരുടെ വീട്ടിൽ നിന്ന് മൃതദേഹങ്ങൾ മുറിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേക തരം കത്തികളും ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. പാകിസ്ഥാനിൽ നരഭോജനത്തിന് പ്രത്യേക നിയമമില്ലാത്തതിനാൽ ഇത്തവണ കോടതി ആന്റി ടെററിസം ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. പൊതുസമൂഹത്തിൽ ഭീതി വിതച്ചു എന്നതായിരുന്നു കുറ്റം. ഇരുവർക്കും വധശിക്ഷ നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും നിയമപരമായ പരിമിതികൾ കാരണം 12 വർഷത്തെ കഠിന തടവാണ് കോടതി വിധിച്ചത്. ഇന്ന് പാകിസ്ഥാനിലെ അതീവ സുരക്ഷാ ജയിലുകളിൽ ഒന്നിലാണ് അവർ കഴിയുന്നത്. മനുഷ്യത്വത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച ഈ സഹോദരങ്ങൾ ഇന്നും ലോകത്തിലെ ഏറ്റവും ഭയാനകമായ കുറ്റവാളികളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു.